നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. പ്രസംഗങ്ങളാണ് എല്ലാ തിരഞ്ഞെടുപ്പിലും ജനങ്ങളെ പിടിച്ചു കുലുക്കാറുള്ളത്. ജനനായകന്മാരുടെ ആവേശകരമായ വാഗ്ദാനങ്ങളും വാക്കുകളുമാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനത്തിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാനുള്ള മുഖ്യ ഘടകം. രാജ്യത്തെ ഓരോ പൗരനും അവരുടേതായ രാഷ്ട്രീയ ബോധവും നിലപാടുകളും ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രസംഗവേദികളിലെ നേതാക്കളുടെ തീപ്പൊരിപ്പാറുന്ന വാക്കുകൾക്ക് മുന്നിൽ ജനവിധി മാറാം. ഇതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു 2014 പൊതു തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വികസന നായകനായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ ചുവട് ചെറുതായി മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഹിന്ദുത്വ നിലപാടാണ് ഇത്തവണത്തെ പ്രചരണ വിഷയമായി മോദി കണ്ടത്. ഓരോ പ്രചരണ വേദിയിലും ഹിന്ദുത്വത്തെയും വർഗീയ വിഷയത്തെക്കുറിച്ചും മോദി ഊന്നി പറഞ്ഞെങ്കിലും ഒരിക്കൽ പോലും കഴിഞ്ഞ 3 വർഷങ്ങളായി ജനത്തെ ഇത്രമാത്രം വലയിലാക്കിയ നോട്ട് നിരോധനത്തിനെക്കുറിച്ചോ GSTയെക്കുറിച്ചോ പ്രധാനമന്ത്രി ഒരക്ഷരം പോലും പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക നൽകിയ ദിവസമാണ് മഹാരാഷ്ട്രയിൽ നടന്ന പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും പ്രത്യക്ഷത്തിൽ മതപരമായ പരാമർശങ്ങൾ നടത്തിയത്. ഹിന്ദുക്കളെ ഉപേക്ഷിച്ച രാഹുൽ മതന്യൂനപക്ഷമുള്ള സ്ഥലത്തേക്ക് ഒളിച്ചോടിയെന്നായിരുന്നു മോദിയുടെ വിവാദ പരാമർശം. മഹാരാഷ്ട്രയിൽ തന്നെ നടന്ന മറ്റൊരു യോഗത്തിൽ യുവാക്കളോട് നിങ്ങളുടെ ആദ്യത്തെ വോട്ട് സൈന്യത്തിന് നൽകണമെന്ന് മോദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ആരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ പരാതി ഉയരുകയും കമ്മീഷൻ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പുൽവാമ ഭീകരാക്രമണത്തോടു കൂടിയാണ് ദേശസുരക്ഷ എന്ന വാചകം BJPയുടെ പ്രധാന പ്രചരണ വിഷയമായത്. ദേശസുരക്ഷയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞപ്പോഴൊക്കെ പാകിസ്ഥാനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ താരതമ്യേന കുറയ്ക്കാനും പ്രധാനമന്ത്രി ശ്രദ്ധിച്ചു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് ചൗക്കിദാർ എന്ന വാചകം ആദ്യമായി പരാമർശിക്കുന്നത്. കാവൽക്കാരൻ കള്ളനാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. 2014 തിരഞ്ഞെടുപ്പിൽ ഞാൻ രാജ്യത്തിന്റെ കാവൽക്കാരനാണെന്ന മോദിയുടെ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു രാഹുലിന്റെ പരിഹാസം. ഈ പരിഹാസത്തിനെ ഉപയോഗിച്ച് പിന്നീട് പ്രധാനമന്ത്രി തന്നെ ചൗക്കിദാർ എന്ന വാക്ക് പ്രചരണ ആയുധമാക്കി മാറ്റി. നരേന്ദ്രമോദി മാത്രമല്ല BJP നേതാക്കളെല്ലാം തന്നെ തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിൽ പേരിന് മുന്നിൽ ചൗക്കിദാർ എന്ന് ചേർത്തപ്പോൾ ഈ വാക്ക് ഒരു ട്രെൻഡായി മാറി. 2017 മോദി പ്രസംഗങ്ങളിൽ പ്രധാന പരാമർശം തൊഴിൽ എന്നതായിരുന്നു. എന്നാൽ 2019 ആയതോടുകൂടി ഈ വാചകം പാടെ മറന്നു നമ്മുടെ പ്രധാനമന്ത്രി. 2017 മുതൽ പ്രധാനമന്ത്രി ഇന്നോളം നടത്തിയ 553 പ്രസംഗങ്ങളിൽ വലിയ തോതിൽ തൊഴിൽ എന്ന വാക്കില്ല. എന്നാൽ കുടുംബ ആധിപത്യത്തെക്കുറിച്ചും രാഹുലിനെ കുറിച്ചും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. നോട്ട് നിരോധനം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 50 ദിവസങ്ങൾ മതിയെന്നും അതിനുശേഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തന്നെ പച്ചയ്ക്ക് കത്തിച്ചുകൊള്ളൂ എന്നും ഗോവയിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ മോദി പറഞ്ഞു. എന്നാൽ പിന്നീട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എവിടെയും ഒരു BJP നേതാവും നോട്ട് നിരോധനം എന്ന വാക്കുപോലും ആവർത്തിച്ചില്ല. ഗോ സംരക്ഷണമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിലെയും BJPയുടെ പ്രധാന പരാമർശങ്ങളിൽ ഒന്ന്. എന്നാൽ നോയിഡയിൽ മുഹമ്മദ് അഖ്ലാഖിന്റെ കൊലപാതകത്തെക്കുറിച്ചോ ബീഫ് കഴിച്ചു എന്നതൊക്കെ ചൊല്ലി പലതവണയായി നടന്ന അക്രമങ്ങളെക്കുറിച്ചോ പ്രധാനമന്ത്രി ഒന്നും പ്രതികരിച്ചില്ല. പ്രധാനമന്ത്രി മാത്രമല്ല BJPയിലെ ഓരോ അനുയായികളും വർഗീയ വിഷം തുപ്പിക്കൊണ്ട് ബാലറ്റ് പെട്ടി നിറക്കാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൽ വരെ ദൈവത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചിറങ്ങിയിരിക്കുകയാണ് BJP. ഇതൊക്കെ കാണുമ്പോൾ ലൂസിഫറിലെ മോഹൻലാലിന്റെ വാക്കാണ് ഓർമ്മ വരുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ ഏതോ പരസ്യ കമ്പനി മാർക്കറ്റ് തന്ത്രത്തിന് വേണ്ടി പറഞ്ഞു പരത്തിയതാണ്. അല്ലാതെ വർഗീയത മാത്രമുള്ള ഇവിടം എങ്ങനെയാണ് ദൈവത്തിന്റെ നാടായി തീരുക?